എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെക്ടിഫിക്കേഷൻ്റെ ചോദ്യം. സോ റെക്ടിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് കുഴക്കാതെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാം നോക്കാം. റെക്ടിഫിക്കേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 5 ഐറ്റംസ് തന്നിട്ട് സാധാരണ 2 3 മാക്സിമം പോയ 4 നിങ്ങൾക്ക് വരുള്ളൂ. ഇവിടെ 5 തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മാക്സിമം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. കുറച്ച് എറർ തന്നിട്ടുണ്ട്. ആ എറർ എന്ത് ചെയ്യുക, നമുക്ക് റെക്ടിഫൈ ചെയ്യാം. സിമ്പിളാണ്. ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ 1200 വേഴ്സ് നോട്ട് റെക്കോർഡർ അഥവാ നോട്ട് റെക്കോർഡർ. നോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ചില ക്വസ്റ്റ്യൻ തരും നോട്ട് റെക്കോർഡഡ് ഇൻ സെയിൽസ് ബുക്ക്, നോട്ട് റെക്കോർഡ് ഇൻ സെയിൽസ് ബുക്ക്. അപ്പോൾ അതിനർത്ഥം എന്താ, സെയിൽസ് ബുക്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ വിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നോട്ട് റെക്കോർഡ് എന്ന് തന്നാൽ നമുക്ക് ഉറപ്പാണ് ആ ക്വസ്റ്റ്യൻ്റെ എൻട്രി എന്താണോ അത് അതേപോലെ ചെയ്യുക. ഒരു ക്രെഡിറ്റ് സെയിൽ ടു മോഹൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രി എന്താ, മോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് ആണ് അല്ലേ. ഒരു ക്രെഡിറ്റ് സെയിലിൻ്റെ എൻട്രി മോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് ആണ്. അപ്പം അത് മൊത്തത്തിൽ നമ്മൾ വിട്ടുപോയാൽ അത് അതേപോലെ റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റത്തെ എൻട്രി എന്താ, മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എത്രയാണ്, 1200. ഇനി ചില ക്വസ്റ്റ്യൻ തരും വാസ് നോട്ട് റെക്കോർഡ് ഇൻ സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്കിൽ മാത്രം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ എന്ത് ചെയ്യണം, മോഹൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു പക്ഷേ സെയിൽസിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്, എവിടെയാണ് വിട്ടുപോയത് അവിടെ മാത്രം റെക്കോർഡ് ചെയ്യുക. മറ്റേ സൈഡിൽ എന്ത് ചെയ്യുക, നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് കൊടുക്കുകയും ചെയ്യാം. റെൻറ്റ് പെയ്ഡ് 6000 വാസ് പോസ്റ്റഡ് ടു രാമു. അതായത് റെൻറ്റ് പേ ചെയ്യുമ്പം റെൻറ്റ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷാണ് വരിക. പക്ഷേ പകരം നമ്മൾ എന്ത് ചെയ്തു, രാമു അഥവാ ഈ ലാൻഡ് ലോഡ്, ഈ ലാൻഡിൻ്റെ ഹോൾഡർ ആരാണോ അയാളെ പേരിലേക്ക് റെക്കോർഡ് ചെയ്തു. അഥവാ റെൻറ്റ് അക്കൗണ്ടിന് പകരം രാമുവിനെ ഡെബിറ്റ് ചെയ്തു. രാമുവിനെ ഡെബിറ്റ് ചെയ്യാൻ പറ്റുമോ, ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെബിറ്റ് കൂടിപ്പോയാൽ അല്ലേ, ഡെബിറ്റ് കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, പഞ്ചസാര കൂടിപ്പോയാൽ, ചായ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി വെള്ളം ഒഴിക്കും അല്ലേ. പഞ്ചസാര കൂടിയാൽ പഞ്ചസാര കുറയ്ക്കണമെങ്കിൽ നമുക്ക് വഴി ആകെ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് കൂടിയാൽ ഡെബിറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് കൂട്ടണം അല്ലേ. അപ്പം ഈ രാമുവിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ റെൻറ്റ് വരുമ്പോൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്, പക്ഷേ റെൻറ്റ് ഡെബിറ്റ് ചെയ്തിട്ടില്ല. റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പകരം രാമുവിന് ചെയ്തു പോയി. സോ റെൻറ്റ് ഇല്ലാതല്ലേ, നമ്മൾ ചായ ഉണ്ടാകുന്ന സമയത്ത് ചായപ്പൊടിയോ പഞ്ചസാരയോ കുറഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടിയും ചായപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഇടും. അതേപോലെ റെൻറ്റിനെ വിട്ടുപോയാൽ റെൻറ്റ് അവിടെ ആഡ് ചെയ്യണം ഇങ്ങനെ ഡെബിറ്റ് സൈഡിൽ. സോ റെൻറ്റിനെ ഡെബിറ്റും രാമുവിനെ ഡെബിറ്റ് കുറയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റും. സോ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാമു എന്താണ്, ബി റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാമു. എത്ര എമൗണ്ട് വരുന്നത്, 6000 രൂപ, 6000 റുപ്പീസ്. സെറ്റല്ലേ, സിമ്പിൾ കാര്യങ്ങൾ. ഇതൊക്കെ കുഴപ്പിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സീന ക്യാഷ് സെയിൽസ് 2000 പേർ, പോസ്റ്റർ അസ് 200. കണ്ടോ, 2000 പകരം 200 റെക്കോർഡ് ചെയ്തു. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് ടു സെയിൽസ് അല്ലേ. സോ എൻട്രി അതേപോലെ എഴുതാം, സി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ആ എൻട്രി അതേപോലെ എഴുതാം. പക്ഷെ എമൗണ്ട് എത്രയാണ്, ശരിക്കും 2000 റെക്കോർഡ് ചെയ്യണം, പകരം 200. അതായത് കുറവ് എത്ര, 1800 ഷോർട്ട് ഉണ്ട്. ആ ഷോർട്ട് മാത്രം ഇവിടെ റെക്കോർഡ് ചെയ്യാം, 1800 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. അതായത് ഒരു എൻട്രിൻ്റെ പകുതി റെക്കോർഡ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ബാക്കി പകുതി റെക്കോർഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ കാര്യമൊന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. ഇനി ക്യാഷ് സെയിൽ 1000 വാസ് റെക്കോർഡ് അസ് 100. സെയിം സാധനം തന്നെ. അതെന്ത് ചെയ്യും, ഒരു അടുത്തായിട്ട് ചോദിച്ചു എന്നുള്ളൂ. നെക്സ്റ്റ് അത് നമുക്ക് നോക്കണ്ട. പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റഡ് ബൈ 4000. പർച്ചേസ് ബുക്ക് അഥവാ പർച്ചേസ് ചെയ്തു, നമ്മൾ സാധനം പർച്ചേസ് ചെയ്തപ്പം അതെന്ത് ചെയ്തു, അണ്ടർ കാസ്റ്റ് അഥവാ പർച്ചേസ് ബുക്ക് ടോട്ടൽ ചെയ്ത സമയത്ത് ഒരു 4000 കുറവുണ്ട്. പർച്ചേസ് ബുക്ക് മൊത്തത്തിൽ 4000 കുറവുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പർച്ചേസ് ബുക്കിന് എന്ത് ബാലൻസാ, ഡെബിറ്റാ. പർച്ചേസ് എക്സ്പെൻസ് അല്ലേ, ഡെബിറ്റാ. അപ്പോൾ ഡെബിറ്റ്സ് ബാലൻസ് ഉള്ള ഐറ്റം 4000 കുറഞ്ഞു പറഞ്ഞാൽ ഡെബിറ്റ് 4000 കുറഞ്ഞു എന്നാ. ഡെബിറ്റ് 4000 അണ്ടർ കുറഞ്ഞു പോയി. അപ്പോൾ എന്ത് ചെയ്യണം, 4000 കൂട്ടാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എങ്ങനെ, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 4000. എന്ത് കാരണം കൊണ്ട് അത് കുറഞ്ഞു ഇത് അറിയില്ല. അപ്പം എന്ത് ചെയ്യണം, ടു സസ്പെൻസ് അക്കൗണ്ട്. എന്താണ്, ടു സസ്പെൻസ് അക്കൗണ്ട് 4000. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇത് അണ്ടർ കാസ്റ്റ് അല്ലേ പറഞ്ഞത്, ഇത് ഓവർ കാസ്റ്റ് ആണെങ്കിലോ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. എങ്ങനെയാണ്, സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട് വരാം. അതേപോലെ സെയിൽസിൻ്റെ കേസിലും ഇതേ കേസ് തന്നെയാണ്. സെയിൽസ് ക്രെഡിറ്റ് ആകുമ്പം ക്രെഡിറ്റ് അണ്ടർ കാസ്റ്റ് ആകുമ്പം ക്രെഡിറ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം, സെയിൽസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതേപോലെ അത് ഓവർ കാസ്റ്റ് ആകുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സെയിൽസിൻ്റെ ഡെബിറ്റും ഓപ്പോസിറ്റ് സസ്പെൻസ് അക്കൗണ്ടും. സിമ്പിൾ അല്ലേ, സിമ്പിളാണ് മക്കളെ. മറക്കണ്ട, ഇന്ന് രാത്രിത്തെ ലൈവ് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരണം. ഓൾ ദ ബെസ്റ്റ്.